കപ്പ് അനുമോള് അനീഷേട്ടൻ മേ ബി അനീഷേട്ടൻ അല്ലെങ്കിൽ ഷാനവാസിക്ക. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ല. എനിക്ക് ആകെപ്പാടെ ഒരു ചൊറിച്ചില്. നിനക്ക് ചൊറിയുന്നു? എനിക്കും ചൊറിയുന്നുണ്ട്, പക്ഷെ ചൊറി ഫീൽ ചെയ്യുന്നു. ഇത് ഈ ജന്മം ശരിയാവില്ല. കഷ്ടം. ഞാനാണ് ഔട്ടായെന്ന് വിചാരിച്ചോളൂ. എനിക്ക് കിട്ടാത്തത് ഒരാൾക്ക് കിട്ടിക്കോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇവര് എന്തിന്റെ പുറത്താണെന്ന് എനിക്കറിയില്ല. വന്നപ്പോൾ തന്നെ ആദ്യം എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ അവരൊരു ടൈം നോക്കിയിരിക്കുകയായിരുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്തിനാണ് ഞാൻ എപ്പോഴും ചിന്തിക്കും. ഇതൊക്കെ സാധാരണ നമ്മുടെ മനുഷ്യരാണ്, എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പോലും. അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പുറത്തിറങ്ങി ആദ്യം ഔട്ടായവരൊക്കെ പുറത്തിറങ്ങി റിയാക്ഷനിലൂടെയാണ് അവർ എൻ്റെ അടുത്ത് കാണിക്കുന്നത്. ഞാൻ കാരണം, ഇവർ കാരണം, ഫുള്ള് ഞാൻ കാരണം എന്നുള്ള രീതിയിലാണ്. അപ്പം അവർക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടാത്തത് അവർക്കും അവർക്ക് കിട്ടാത്തത് എനിക്കും കിട്ടില്ലെന്ന് ഉള്ളൊരു ആഗ്രഹം അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടാൻ ഞാൻ ശൈത്യടുത്തുള്ള പ്രശ്നം അത് ഇതിനേക്കാൾ കുഞ്ഞു പ്രശ്നമാണ്. ശൈത്യക്ക് കട്ടപ്പ എന്നുള്ള പേര് ശരിക്കും പറഞ്ഞ കട്ടപ്പാന്ന് ഞാൻ ഈ വൈൽഡ് കാർഡ്സ് വന്നപ്പോ വെറുതെ വിളിച്ചതാ. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ എന്താ കാര്യം എന്ന് പറഞ്ഞു, അത് എനിക്ക് പിന്നെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ശൈത്യം നോക്കിയിട്ട് കട്ടപ്പ എന്ന് വിളിച്ചപ്പോ ശൈത്യ പെട്ടത് ഇങ്ങനെ നോക്കിയിട്ട് ട്രിഗറായി. അപ്പൊ പുള്ളിക്കാരി ദേഷ്യമായി. അതിന് ഞാൻ 3 തവണ ടോട്ടല് വിളിച്ചു കട്ടപ്പാന്ന്. എനിക്ക് എവിടെ ചെന്നാലും അതെന്താ സംഭവം? ടിഷ്യൂല് എഴുതി കൊടുത്തു. അത് നമ്മളിപ്പം ടിഷ്യൂ പേപ്പറിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വൈൽഡ് കാർഡ്സ് വന്ന ടൈമിലാണ് നമ്മളെല്ലാവരും എപ്പോഴും എവിക്ഷനിൽ വരുമല്ലോ. ആ ടൈമിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ അപ്പം നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്, എൻ്റെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ആതിരയുടെ നമ്പർ എനിക്കും തന്നു, എൻ്റെ നമ്പർ ഞാൻ ആതിരയ്ക്കും കൊടുത്തു ടിഷ്യൂ. അത് ഞാൻ എൻ്റെ ബെഡിൽ ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. അവള് പറയുക ഞാൻ നമ്പർ എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്ന് നമ്മുടെ അക്ബറിനെ ചെന്നിട്ട് കരിവാരി തേക്കണമെന്ന് പറയാൻ പറഞ്ഞു ഇട്ടുന്ന്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അതുപോലെ ഇതെല്ലാം പ്ലാൻ ചെയ്യും. എന്നിട്ട് ഇപ്പോ ഈ സമയത്ത് ആ പുള്ളിക്കാരി പറയും, ആതിര പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തത് എൻ്റെ പിയാറിന്റെ നമ്പറാണ്. എന്നിട്ട് പറഞ്ഞു എന്ന് അക്ബറിന് ചെന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് പിയാറിന്റെ പറഞ്ഞ് അക്ബറിനെ കരിവാരി തേക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ വീട്ടിലോട്ട് പോലും കേട്ടത്തോളമാരാ ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.